യുദ്ധം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ ഓൾറെഡി ഹമാസുമായി യുദ്ധം നടത്തുന്നുണ്ട്, ഹിസ്ബുള്ളയുമായി യുദ്ധം നടത്തുന്നുണ്ട്, ഇറാനുമായി യുദ്ധം നടത്തുന്നുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളുമായും യുദ്ധം നടത്തുന്നുണ്ട്, പല സംഘടനകളുമായി യുദ്ധം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതാ പുതിയൊരു യുദ്ധമുഖം കൂടെ തുറന്നിരിക്കുകയാണ് ഇസ്രായേൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോൾ സിറിയയിലെ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇസ്രായേൽ സൈന്യം സിറിയയിലെ നിരവധി ടാങ്കുകൾ ആക്രമിച്ചു. മറുവശത്ത് സിറിയൻ നഗരമായിട്ടുള്ള സ്വീഡയിൽ 2 ദിവസമായി ലൈംഗിക അതിക്രമണങ്ങളും അക്രമാസക്തമായ ആക്രമണങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഇതുവരെ കുറഞ്ഞത് 89 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സിറിയയിലെ ആഭ്യന്തര യുദ്ധമാണ്. എന്തായാലും സിറിയയിലെ ഡ്രൂസ് സമൂഹത്തിലെ സുരക്ഷയെ ഉദ്ധരിച്ച് ഇസ്രായേൽ ടാങ്കുകൾ ആക്രമിച്ചതായി ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. സിറിയയിൽ ഇസ്രായേൽ സൈന്യം ടാങ്കുകൾ ആക്രമിച്ചത് ശരിയായില്ല എന്ന നടപടിയാണ് ഇപ്പോൾ മറ്റു പല രാജ്യങ്ങൾക്കുമുള്ളത്. എന്തായാലും സിറിയയിൽ ഇസ്രായേൽ സൈന്യം നിരവധി ടാങ്കുകളാണ് നശിപ്പിച്ചത്. ഇസ്രായേൽ സൈന്യം ഒരു വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട്. സുരക്ഷ കണക്കിലെടുത്ത് ഞങ്ങൾ ഡ്രൂസ് സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകി, തുടർന്ന് സിറിയയിലെ ടാങ്കുകൾ ആക്രമിച്ചു എന്ന് പറഞ്ഞു. ഷിയ ഇസ്ലാമിൻ്റെ ഒരു ശാഖയായ ഡ്രൂസ് സമൂഹം ഒരു മതന്യൂനപക്ഷമാണ്. ഈ സമൂഹത്തിലെ ആകെ ജനസംഖ്യ വെറും 10 ലക്ഷമാണ്. അവരിൽ പകുതിയിലധികവും സിറിയയിലാണ് താമസിക്കുന്നത്. ബാക്കിയുള്ളവർ ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലും ലബനനിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ഞെട്ടിക്കുന്ന കാര്യം ഈ സമൂഹത്തിലെ ആളുകളും ഇസ്രായേൽ സൈന്യത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഡ്രൂസ് സമൂഹത്തെ സഖ്യകക്ഷികളായി ഇപ്പോൾ കണക്കാക്കുന്നത്. സിറിയയിലുണ്ടായ കലാപത്തിൽ 14 സൈനികരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സിറിയയിലെ മനുഷ്യാവകാശങ്ങൾ നിരീക്ഷിക്കുന്ന ബ്രിട്ടീഷ് ആസ്ഥാനമായിട്ടുള്ള ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സിറിയയിലെ സ്വീഡയിൽ നടന്ന ആക്രമണത്തിൽ 2 കുട്ടികളും 2 സ്ത്രീകളും 14 സിറിയൻ സൈനികരും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. മറുവശത്ത് 30-ലധികം പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഡ്രൂസ് യുവാവിന് ശേഷമുള്ള ആക്രമണത്തിന് ശേഷമാണ് ഈ തിരിച്ചുള്ള ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അതായത് സ്വീഡയിലെ അൽ മസ്കിയ പ്രദേശത്തെ ഒരു താൽക്കാലിക ചെക്ക് പോസ്റ്റാണ് ആക്രമണം ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ചില ബെഡൂയിൻ ജനത ഒരു പ്രാദേശിക ഡ്രൂസ് യുവാവിനെ ആക്രമിച്ചു. ഇതുമൂലം ഡ്രൂസ് ജനത നിരവധി ബെഡൂയൻ ജനങ്ങളെ ബന്ദികളാക്കി. അതിനുശേഷം വിഷയം നിയന്ത്രണ വിധേയമായി. പക്ഷേ പിന്നീട് മുഴുവൻ പ്രദേശത്തെയും ആക്രമണം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. സ്വീഡനിലെ ഏതെങ്കിലും സമൂഹത്തിനോ മത നേതാവിനോ ഇടയിൽ ഭരണകൂടത്തിന്റെ ശത്രുതയില്ല. തദ്ദേശീയ ജനതയെ ഭയപ്പെടുത്തുന്നതായി ആരോപിക്കുന്നവർക്കെതിരെ മാത്രമാണ് സർക്കാർ നടപടിയെടുക്കുന്നതെന്നാണ് ഇപ്പോൾ സിറിയൻ ആഭ്യന്തര മന്ത്രാലയ വക്താവ് നൂറുദ്ദീൻ അൽ ബാബ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.